ഗൈസ് പാർട്ട് 3 വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ വീടിന്റെ പണി കഴിയാനായിരുന്നു. കൊറേ പണിയുണ്ട് ഗൈസ്. അമ്മമ്മ അവിടെ വെക്കുന്നതാ ഗൈസ്. ഇവിടെ ഒരു കരുടൻ ഉണ്ടായിരുന്നു, അതിനെ കൊന്നു ഗൈസ്. കുരുടൻ കുരുടൻ നമ്മളെ കളിച്ചാൽ നമ്മളെ കണ്ണ് കാണൂല എന്നാണ് വിശ്വസിക്കപ്പെട്ടത്. അമ്മമ്മനെ കൂട്ടിയിട്ട് എന്തോ പറയുകയാണ്. പക്ഷെ നമ്മളെ മോളിൽ കയറി മൊബൈൽ വാങ്ങി വീട്ടിക്കൊണ്ടു ഇവിടെ വെച്ചപ്പോ അല്ല പിന്നെ അവിടെ വെക്കുക. സ്കൂൾ തുറക്കുമ്പോഴത്തെ കയ്യും കാലം പൊട്ടിച്ചെത്ത് എനിക്ക് തോന്നേ. അടച്ചോട്ടാ ഗൈസ്, നമ്മള് പണി തീർക്കാൻ പോകുന്നു. ഇവിടെ ഒറ്റ സ്ഥലമൊക്കെ അടങ്ങി നിൽക്കാനാവില്ല. അല്ല മന്ദിരപ്പായി ആദ്യം പിരിച്ചിട്ട് അപ്പോ മന്ദിരപ്പായി എടുക്ക് നമുക്ക് പിരിക്കാം. അതെല്ലാം മന്ദിരപ്പായി വെള്ളം ഇല്ലാത്ത മന്ദിരപ്പായി വേറെ വിരിക്കും. ഇതിന്റെ വില വേറെ അറപ്പ് വലായിട്ടായി അങ്ങനെ തന്നെ മന്ദിരപ്പായി ഇവിടെ എത്തിരിക്കുന്നു. ഈ ബോർഡർ വരെയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ അങ്ങോട്ട് അപ്പുറത്തെ സൈഡ് കുറച്ച് അങ്ങോട്ടായിരിക്കും. ഇത് ചെയ്യുകയാണ് പുതിയ കാലം വേണ്ടടാ. ഓക്കെ റെഡി. പണിയുണ്ട് വാ. മന്ദിരപ്പായി മന്ദിരപ്പായി അവിടെ ആ കല്ല് മാറ്റി എന്നിട്ട് ഇരിച്ചോ. ഇങ്ങോട്ടോ കല്ല് മാറ്റി. ചെരുപ്പ് 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 ചവിട്ടണം. ഊരിക്കോ. ഈ ലത്ര വേണം ഒന്നുമില്ലടോ. നീ ചെരുപ്പ് ഊരിടപ്പോ മനം അറിയൂല. കളിക്കണ്ടേ കളിയാ വേറൊന്നില്ലേ കളിക്കാന്. ഹലോ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും ഇടാൻ പോകുന്നത്. ഫുട്ബോൾ കളിച്ചോളി പോയിട്ട് ഇപ്പോ വെയിലല്ലേ? ഇപ്പൊ വെയിലല്ലോ ഗൈസ്. പിന്നെ ഇതുണ്ടാവുമല്ലേ പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഫുട്ബോൾ നാളില്ല ഗൈസ്. ഫുട്ബോൾ നാളിലായിട്ടാണ് നമ്മൾ കളിക്കാത്തത്. ഇല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് വീഡിയോ ഇട്ടിരുന്നു. ശകലം പോയിരിക്കുന്നു. ഇവിടെ എന്തോ ഒരു കുന്തോ. ഞാൻ പുതിയ ഫുട്ബോളിന്റെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. മാർച്ച് 1 ദിവസമാണ്. ഒരു കാര്യമൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഈ മാസം 10-നാണ് എൽ ക്ലാസിക്കോ. അത് അറിയുന്നവരെല്ലാം കാണാം. മെയ് 10 എൽ ക്ലാസിക്കോ നടക്കുന്നതായിരിക്കും. എൽ ക്ലാസിക്കോ എന്ന വാക്ക് അറിയാത്തവർക്കായിട്ട് അതൊരു ഫുട്ബോൾ മത്സരമാണ്. അത് ഒരു വലിയൊരു പോരാട്ടം തന്നെയാണ്. കാരണം അത് രണ്ട് താരങ്ങളാണ്. നമ്മളെ റൊണാൾഡീനോ ഒക്കെ 2005 കളിച്ചപ്പോൾ എൽ ക്ലാസിക്കോ ആയിരുന്നു. അവരെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തി ഇവിടെ നിന്ന് റിട്ടയർ ആയിരിക്കുകയാണ്. അത്രയും ഓർമ്മകൾ നമ്മൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. റിപ്പായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഷൂട്ടുള്ള ഒറ്റൊരു വ്യക്തിയായിരുന്നു കാർലോസ്. അവർ മരിച്ചുപോയി ഗൈസ്. നമ്മൾ ആരെയും ഷൂട്ടിൻ്റെ രാജാവെന്ന് പറയും. നമ്മൾ കമൻറ്റ് ചെയ്യാം. ബാറ്റ് മുണ്ടാണ് ഗൈസ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഈ മാസം റിട്ടയർ ആകുന്നതാണ്. എന്തായാലും നിങ്ങൾ മറ്റേ സാധനം വെക്കാം. അപ്പൊ ചെരുപ്പ് കൂടി സാധനം വെക്കാൻ പ്ലെയർ ആരാണ് കമന്റിൽ എഴുതണം. മുണ്ടാ അതാ വാടേണ്ട ഇതല്ല. പിന്നെയും പോയി. കുറച്ച് ചെറിയൊരു വണ്ടി കടിക്കുന്നേ
എന്തൊക്കെ കൈ കഴുകണോ ഞാൻ എവിടെയാ വന്നപ്പോ താണ്ടി കുനിതമാണിത് കണ്ട 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 അപ്പു ഞാൻ അടേക്കാ അടേക്കാ എന്നാ ഇതൊക്കെ അവിടെ വെക്കാ എൻ്റെ ഇവിടുത്തെയാ അതായത് സൈഡിലൊക്കെ ആറ്റിയാണ് കൊണ്ടൊക്കെ അടച്ച ഒന്നര ചോറുന്നുണ്ടാ വാ കൊണ്ടൊക്കെ അപ്പോ അപ്പോടാ സ്പൈഡർമാൻ ഇവനൊട്ടിക്കുക കയ്യും കാലും സ്കൂൾ തുറക്കുമ്പോഴത്തെ ബാക്കി വെച്ചേക്കില്ല ഒന്ന് തായിയായിട്ട് ബുഗ്ഗ ഇതൊരു ത്രികോണാകൃതിയിലുള്ള വീടാണ് ചതുരം വാങ്ങി തരണ്ട നമുക്ക് അറപ്പാവുന്നു ഇത് റെഡിയും കൂടെ കൊണ്ടുപോകാം ഇവിടുത്തെ ഉദ്ഘാടനത്തിന് നിങ്ങൾ വരണം പക്ഷെ ഇപ്പൊ മീനിന്റെ മണം മണക്കുന്നു കുറച്ച് വടിയെല്ലാം മേടച്ചു അപ്പോ വടിയും എടുക്ക് അപ്പൊ ഇനി എല്ലാ വടിയും എടുക്കാം ഏഴുമല പൂന്തോല മാവണിക്ക് മണിമാല ഇത് അവിടെ ക്രോസ് ആയിട്ട് വെച്ചു അങ്ങനല്ലടാ ആടെ യോജിപ്പിക്കും ആടെ മേലോട്ടാക്കി വെച്ചോ ആ അങ്ങനെ തന്നെ ഗായ്സ് ഞാൻ മോളിലാണ് ഗായ്സ് ഉള്ളത് വീടിന്റെ വാർപ്പാണ് ഗായ്സ് ഇവിടെ ഇതേ ഇനി ക്രോസ് ആയിട്ട് വെച്ചു ഇവിടെ ഗായ്സ് ലോകത്തിലെ ഏറ്റവും നല്ല വീട് അറിയൂല ഗായ്സ് നമ്മളെ വീട് ആദ്യമായിട്ട് തോന്നിയത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല വീട് ഗായ്സ് നമ്മൾ 1500ഓളം വീടുണ്ടാക്കി ഗായ്സ് സത്യല്ലേ പക്ഷെ ചിലതാണ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ട് ഗായ്സ് ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടത് നമ്മൾ ഫുട്ബോളിലാണ് ഗായ്സ് അപ്പോൾ ഗായ്സ് ഇപ്രാവശ്യം 10-ാം തീയതി എന്തായാലും ഫുട്ബോൾ വന്നതായിരിക്കും ഇതാ ആ റോസ് ഉപ്പായിട്ട് നെയ്മർ ജൂനിയർ ആ മറ്റേ അതാ ആ പണിയെടുക്കുന്ന പ്ലെയർ പണിയെടുക്കുന്ന നീല കൊണ്ടതാണ് അത് അല്ല ആ ബ്രൗണും അല്ല വൈറ്റ് കളറല്ലേ അവൻ മെസ്സിയാണ് ഞാൻ റൊണാൾഡോ ആണ് ചിലപ്പോൾ വേറെ തോന്നി ഞങ്ങളെല്ലാവരും ബൈസ് പിന്നെ ഒരു മൊട്ടത്തലൻ എംബാപ്പേ ഉണ്ട് ഇതാ അപ്പൂസ് വീഡിയോ എടുക്കുന്നു താഴെ ഇറങ്ങപ്പോ എനിക്ക് വീഡിയോ ഒന്നും വരില്ല ഗായ്സ് നമ്മുടെ മോളിലാണുള്ളത് എന്റെ തലയുള്ള ഭാഗത്ത് നോക്കാം എന്റെ തലയുള്ള ഇവിടെ ഇങ്ങനെ നോക്കടാ വടിയെടുക്കും വടിയെടുക്കും ഇവിടെ ആ ഇത്ര ഡിസ്റ്റൻസ് അപ്പൊ വടി എടുക്കടാ ഗായ്സ് ഞങ്ങളെ വീട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാം യെസ് ആണെങ്കിൽ ഇല്ല നല്ലതാണെങ്കിൽ യെസ് കമന്റ് ചെയ്യാം ചീത്തയാണോ ഞാൻ കമന്റ് ചെയ്യാം ഇവിടുത്തെ പോവാടി നല്ലതാണ്
യെസ് നടിക്കുക. ചാടൊന്നും വേണ്ടേ, കൈ തന്നാൽ ചീത്തയാണ്. നോ നോ നടിക്കുക. Type no or type yes. Your choice. ഗൈസ് ഇസൻ ഭയങ്കര ഇംഗ്ലീഷുകാരനാണ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഗൈസ് ഓൻ ഇംഗ്ലീഷിൽ ബ്രിട്ടീഷുകാരെടുത്ത് നിന്നാണ്. ഗൈസ് ഇംഗ്ലീഷിൽ 99-100 മാർക്കാണ് ഇസന്. 199 മാർക്കാണ് ഗൈസ്. 99-100 മാർക്കാണ്. അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഗൈസ് ഒരു മാർക്ക് കൂടും ഗൈസ്. ഗൈസ് നമ്മളെ വീടിന്റെ പകുതിയോളം പണി കഴിഞ്ഞു. മേലത്തെ പണി റൂഫ് ഇടുന്നത് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മേലെ വിരിക്കണം. ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. അല്ലെ വെയിലടിച്ച് ചാവും ഗൈസ്. ഇതാണ് അതിനുള്ള അല്ല ഗൈസ് ഞാൻ മേലെ കയറുന്നത്. അപ്പോൾ വരുന്ന മേലേക്ക് ശരിയായിട്ട് ഇനി താഴെ എനിക്കല്ലേ താഴെ നേരമുള്ള. അപ്പൊ വേലക്കാരി എങ്ങനെ റെഡിയാവാ? അപ്പോൾ വില വരണോടാ. ഗൈസ് സീസൺ മാത്രമാണ് താഴെയുള്ളത്. ഗൈസ് നമ്മളെ വാർപ്പിൻ്റെ മുകളിലാണ് ഉള്ളത്. ഞാനല്ല മേലക്കാരി എന്താക്കാന? ഞാൻ മേലെ ഉണ്ടോ? അയ്യ അപ്പൂലൊട്ടാണ് എന്താക്കി കുഞ്ഞു താഴെ താഴെപ്പെടും. ഗൈസ് നമ്മളിതാ എൻ്റെ കൈ കാണില്ലേ, അതാണ് നമ്മൾ താഴെ വിളിക്കാം. ഗൈസ് അതിന് മുമ്പേ ഒരു പരിപാടി ഉണ്ടല്ലോ. വീടിന്റെ ഈ ഭാഗം റോസും കടിക്കും. നമുക്കട്ടാണ് അല്ലെ ഭയങ്കര വെയിലായിരിക്കും. അത് മേലെ നിൽക്കണ്ടോ? ഇത് അതെടാ സൈഡിൽ നിൽക്കാം. ഇത് എടുക്കടഞ്ഞേ. ഇത് മേലെ നിൽക്കുന്നയാ? നമ്മളെ വിരിച്ചതാ മേല അല്ല. ആ ഇവിടെ നമ്മൾ നീല ആദ്യം നീലായിരിക്കും. ആ നീല എന്നിട്ട് ഇത് പിടിച്ച നമ്മൾ ഈ മതിലിന്റെ മുകളിൽ നിന്നുള്ളത്. നമ്മൾ കുരങ്ങത്തുന്നുണ്ട്. അല്ല ഇന്ന് ഇതിൽ എങ്ങനെ ഇടിച്ചാലോ? ഇവിടെ ഇതാടാ സേഫ്. ഇതാ ഒരു സ്ഥലം അപ്പാട് മറന്നിട്ട്. ഇനി വീടിന്റെ സൈഡിലാണോ വെക്കുന്ന ഫോൺ? ആടോ വീട് മറിഞ്ഞോടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇതിന് മോളാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വെച്ചോ. തിരിച്ചോ അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കുന്നു. ഐഡിയ